കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ കണ്ടീഷൻ എന്റെ അച്ഛന് പറ്റിയ മരുമോൻ തന്നെ. ഭവിയേട്ടാ, ഭവിയേട്ടാ, എന്തൊരുറക്ക ഇത്? ഭവിയേട്ടാ, അച്ഛൻ എണീക്കണതിന് മുമ്പ് തിരിച്ച് ചെല്ലുകയും വേണമല്ലോ. നീ എന്താ ഇവിടെ? ഒരു കാര്യം പറയാൻ വന്നതാ. ഈ പാതിരാക്ക് എന്ത് കാര്യം പറയാൻ? മണി 9 ആയിട്ടുള്ളൂ. കഥക്ക് തുറക്കു പോവേട്ടാ. എന്ത് കാര്യാലും നാളെ പറയാം. തലവേദന. ഇതൊരു അത്യാവശ്യ കാര്യാ. എന്താ അത്യാവശ്യം? വല്ല ഗോളും പറയുന്ന കാര്യമാണോ? പവിയേട്ടൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാ. അതെന്ത് കാര്യ? ഒരു കാര്യം ചെയ്യ്, നീ അകത്ത് പോയി ഒരു കാപ്പി എടുത്തിട്ടോ. അയ്യോ, അതിനുള്ള സമയമൊന്നുമില്ല. അച്ഛനറിയാതെ ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പോണം. ഓ, എനിക്കിപ്പോ ഒരു കാപ്പി തിളപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ എന്ത് പറയാനാ? പറഞ്ഞാ തന്നെ ഞാൻ പറഞ്ഞോളാം. അവിടെ അടുക്കള. ഇവിടെ ആകെ അലങ്കോലായിട്ട് കിടക്കാണല്ലോ. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ? കുറച്ചു ദിവസം കഴിയട്ടെ. ഇനിയിപ്പോ ഇവിടെ ഒരു അടുക്കൻ ചിട്ടയൊക്കെ വരാൻ പോവാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. പറയാൻ പോണ എന്താന്ന് എനിക്കറിയാം. അത് ശരി. ഞാൻ ഈ കരയിൽ ചന്ദ്രനോടല്ലാതെ വേറെ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടുനടന്ന കാര്യം നീ അറിഞ്ഞു കളഞ്ഞു. എന്നായാലും നീ അറിയാനുള്ളതല്ലേ. ഞാൻ ഈ ഷർട്ടൊന്ന് മാറിയിട്ട് ഒന്ന് എല്ലാം വിശദമായിട്ട് പറയാം. അമ്മൂനെ കാണാനില്ലെങ്കിൽ വേറെ നോക്കണ്ട. ഞങ്ങൾ ഈ ചുറ്റിക്കളിയൊക്കെ കാണാൻ തുടങ്ങിട്ട് കുറെ നാളായില്ലേ. ഒരു മാന്യനെ കല്യാണം കഴിച്ച് മര്യാദക്ക് കഴിയേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞോ. പവിത്ര മുതലാളി, പവിത്ര മുതലാളി. എന്തുവാ? അതെ, അമ്മ ഇവിടെ വന്നിരുന്നോ? നീ അച്ഛന്റെ മാനം കളഞ്ഞല്ലോടി. എന്താ ഭായി, എന്താ കാര്യം? ഭായിയല്ല, എന്താ കാര്യം എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരണല്ലേ. ഇതെന്താ എല്ലാവരും കൂടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ന് തുടങ്ങി നിന്റെ ഏർപ്പാട്? ഓ, ഇതായിരുന്നോ? നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടെ നടന്നിട്ടില്ല. ഈ കൊച്ചു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും സത്യം മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അമ്മ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് അമ്മുവിന്റെ ഇവിടുത്തെ ആദ്യ രാത്രിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ ആദ്യ രാത്രിയല്ല, ഐ മീൻ ഫസ്റ്റ് നൈറ്റ്. നീ അങ്ങനെ കരക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കാന്ന് വിചാരിക്കണ്ട. ഇവിടെ കണ്ടിട്ടല്ലേ നീ ഇവളുടെ ആങ്ങളുടെ പേര് വെച്ച് ഫാക്ടറി തുടങ്ങിയത്? ഇവിടെ വെച്ചല്ലേ നീ ഇവിടെ സമരം നടത്തിച്ചതും അത് ഒത്തുതീർപ്പാക്കിയതും? അയ്യോ ഭായി, അത് ഞങ്ങൾ തമ്മിൽ ഇത്രയും കാലം നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഞാൻ പറയുന്ന നീ ഒന്നും പറയണ്ട. ഇതൊരു പെണ്ണിന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. അയ്യോ, അതിന് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ടു വന്ന് കൂടെ പൊറപ്പിക്കണം. അല്ലാതെ ഈ ഏർപ്പാട് ഇവിടെ നടക്കത്തില്ല. അല്ല, അതല്ല ഞാൻ പോരുത്. കൈയോടെ പിടികൂടിയിട്ട് പിന്നെ ഈ വാദം പറയാൻ വരുന്നോ? അനുജപ്പ, ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. കണ്ടതിൽ കൂടുതൽ എന്തോ കേൾക്കാനാ? എന്റെ പൊന്നോ, അദ്ദേഹത്തിന് പറയാനൊരു അവസരം കൊടുക്കുന്നേ. പറയാനുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇപ്പൊ ബോധ്യായില്ലേ? ഗോവിന്ദേട്ടാ, നമുക്ക് നാളെ കാലത്ത് തന്നെ കല്യാണം നടത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ മോക്ക ചീത്ത പേര്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഇത് അജയന്റെ പെങ്ങളുടെ പ്രശ്നമാണ്. ഈ കരയുടെ അഭിമാന പ്രശ്നം. കെട്ട് കഴിഞ്ഞല്ലാതെ ഇവനെ ഞാൻ അങ്ങ് സമ്മതിക്കരുത്. വിളിച്ചിറക്കട കരക്കാരെ മുഴുവൻ. നല്ല ദിവസം നോക്കിയാണല്ലോ ചാർജ് എടുത്തത്. ഇന്ന് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പവിത്ര മുതലാളിയുടെ കല്യാണമല്ലേ? മാല എന്റെ മോളുടെ കല്യാണത്തിന്റെ പാർട്ടിയാ. എല്ലാവരും അറിഞ്ഞ് തട്ടിക്കോണേ. എടാ കൊച്ചിട്ടാ, നീ ഒരു ചെറുതെടുത്ത് അടിക്കടാ. ഞാൻ ഗോവിന്ദേട്ടനൊരു കാലെടുക്കട്ടെ. മുമ്പൊക്കെ ഞാനൊരു കാല് ചോദിക്കുമ്പോ നീ പുറം കാലം കൊണ്ട് തട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല.
പിന്നെ ഈ ആഘോഷിക്കുന്നതിന്റെ ബില്ല് നാളെ കാലത്ത് മരുമോന്റെ ബാങ്ക് കൊണ്ട് കൊടുത്താൽ മതി, കാശ് അവിടും തരും. ഇതാണ് കമല്ലോ. എന്തിനാ? ഞാൻ ഈ കായൽ കരയിലൂടെ ഒരു ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കരക്കാർക്ക് പാർട്ടി നടത്തുകയാണല്ലേ. എന്നോടൊരു നല്ല വാക്കെങ്കിലും ചേട്ടന് പറയാമായിരുന്നില്ലേ? ദൃഷ്ടദ്യുമ്നൻ എന്ത്? നിന്നോടൊരു നല്ല വാക്ക് പറഞ്ഞതാ. ഒന്ന് നിർത്തടാ. എടോ, തന്നോട് ഞാനൊരു പകരം ചോദിച്ചില്ലെങ്കിൽ താൻ കണ്ടോ? എന്റെ മരുമോനുള്ളപ്പോ നീ എന്നോട് എന്തോ പകരം ചോദിക്കുന്നേ? നടക്കേണ്ടതൊക്കെ നടന്നു. എന്നുവെച്ച് നിനക്കറിയത്തില്ല, എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വില എത്രയാന്ന് നിനക്ക് മനസ്സിലാവത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മൂനെ തെറ്റിദ്ധരിപ്പിച്ചതും സാറ് തന്നെ അല്ലേ? എടാ, ഈ സ്വർണ്ണക്കിടയിലും തുണിക്കിടയിലും വമ്പം പർച്ചേസിന് വരുന്ന കസ്റ്റമേഴ്സിനെ മുതലാളിമാര് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാറില്ലേ? അതൊക്കെ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണോ വേണ്ടത്? എന്റെ നിലയും വില എന്താണെന്ന് ഓർക്കണ്ടേ? എനിക്ക് തോന്നുന്നത് എന്നെ പോലുള്ള ഒരു കാശുകാരൻ ചുളുവിൽ അടിച്ചെടുക്കാൻ അവളും അവളുടെ അച്ഛനും കൂടെ നടത്തിയ ചതിയായിരുന്നു. അതെന്താ? ചതി അല്ലെങ്കിൽ പിന്നെ എങ്ങനാ ഞാൻ വർമ്മ സാറിന്റെ മോളെ കല്യാണം കഴിക്കാൻ റെഡി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം നടന്നു? പവിത്ര മുതലാളിയുടെ അമ്മായിയച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വെള്ളമാണെന്ന് ഓർത്ത് ഉപയോഗിക്കണം. ശരി. ആ, വെള്ളം എടുത്തോണ്ട് പോക്കോ. എടുത്തോ. ഒരു ചായ. 4000 കിട്ടേണ്ട വെള്ളമായിരുന്നു 3000 കൊടുത്ത് എന്നാലും നഷ്ടമായി. താൻ എന്ത് വിവരക്കേടാണോ പറയുന്നത്? എന്റെ മരുമോന്റെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോ അമ്മായിച്ചൊരു വള്ളക്കാരനാണെന്ന് പറയുന്നത് നാണക്കടയിലോ. ഇനിയിപ്പോ എന്താ പരിപാടി? 2-3 ബോട്ട് വാങ്ങിക്കണം. കാലടി ഭാഗത്ത് എന്താ മരുമോനെ ഇവിടെ? എന്തോ ഇത്? എന്താ ഇത്? നമ്മുടെ കല്യാണം പ്രമാണിച്ച് ഞാൻ ഷാപ്പിൽ പാർട്ടി എടുത്ത എന്റെ ബില്ലല്ലേ? ഗംഗം കൃത്യമായിട്ട് കൊണ്ടു തന്നല്ലയോ? താൻ കള്ളു കുടിച്ചതിന്റെ അഴിഞ്ഞാടിയതിന്റെ ബില്ല് എന്റെ ബാങ്കിലേക്കാണോ കൊടുത്തേക്കുന്നത്? എന്താ മരുമോനെ ഇത്? അമ്മായിച്ചനാകുമ്പോ പിന്നെ മരുമോന്റെ ബാങ്കിലല്ലാതെ നമുക്ക് കുടുംബത്ത് പോയി ഏത് കുടുംബത്തും? ഞാനൊരു കാര്യം പറയാം. മകളെ എന്റെ തലയെ കെട്ടിവെച്ചതിന്റെ പേരിൽ എന്നെയും എന്റെ സ്വത്തുക്കളെയും ബാതുറാതെ വിഴുങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. മകളെ തലയെ കെട്ടിവെച്ചെന്നോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതില്ലയോ? അതിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു കെണിപ്പെട്ടു പോയി. ഇവിടെ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചോ അങ്ങനെ അങ്ങ് ജീവിച്ചോണ്ടാ മതി. പോയി. പിന്നെ മരുമകനാണ് മച്ചമ്പിയാണെന്ന് പറഞ്ഞ് എന്റെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ 7 അയലത്ത് വന്ന അന്ന് ഞാൻ മകളെ കെട്ടിയൊരുക്കി വീട്ടിലേക്ക് പറഞ്ഞു വിടും. എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇറങ്ങുക. ഇതാ നിങ്ങൾ കിട്ടിയ താലി. എന്താ അമ്മു ഇത്? നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വേണ്ട. സംസാരിച്ച്. നിങ്ങൾ കച്ചവടക്കാരന്റെ ബുദ്ധി കാണിക്കുകയാണെന്ന് അറിയാതെ സ്നേഹിച്ചു പോയതാ. ഞാൻ നിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. നിങ്ങളുടെ പണവും പത്രാസും ഒന്നും കണ്ടില്ല. നിങ്ങളുടെ മുന്നില് വില കുറഞ്ഞവളാണെന്ന് ഓർത്തില്ല. അമ്മു പെട്ടെന്ന് എടുത്തിയാടി ഒരു തീ. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ പോകുന്നത്. എന്നെ കെട്ടിയത് നഷ്ടക്കച്ചവടായതിന്റെ പേരിലല്ലേ എന്റെ അച്ഛൻ അപമാനിച്ചത്? അതിന് എന്തെങ്കിലും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. എടോ വെന്നീസിലെ വ്യാപാരി, താൻ ഉറങ്ങിയോ? ഇവിടെ എന്താ ഇരുട്ടിന്റെ ആത്മാവെന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുവാന്നോ? ഓ, കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടി ഇരുട്ടത്തിരിക്കല്ലേ? എന്റെ കാലേ ഒന്ന് നിക്ക്. സാറോ അവിടെ നിക്ക്. നീ എന്താ എന്നെ വിളിച്ചത്? എന്താ മനുഷ്യനിവിടെ തീ നിന്നോണ്ടിരിക്കുമ്പോ തോന്നിയ സമ്മർദ്ദമുണ്ടല്ലോ. താൻ ആരാ പേടിപ്പിക്കുന്നേ? തന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്ന് ഒരുത്തനാ ഞാൻ. പക്ഷെ തന്റെ കച്ചവട ഭ്രാന്ത് മൂത്ത് ഇന്ന് ഒന്നും അറിയാത്തൊരു പെങ്കൊച്ചിന്റെ ജീവിതമാ താൻ ഇല്ലാതാക്കിയത്. കാശിനേക്കാൾ വലുത് മറ്റു പലതുമാണെന്ന് താൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് തന്നെ തിരക്കി ഞാൻ വരും. മോഷ്ടിക്കാനൊന്നുമല്ല, തനിക്ക് മനസ്സമാധാനം ഉറക്കമില്ലാത്തത് കൊണ്ട് എന്തായാലും അത് നടക്കില്ല. തനിക്ക് ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി പറഞ്ഞു തരാൻ. അയ്യോ, ചന്ദ്ര, ഞണ്ട് കയറി മതി.
അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നീന്തി എടാ, രക്ഷപ്പെട്ടോളാം. നിന്നെ തല്ലാനോ കൊല്ലാനോ ആയിരുന്നെങ്കിൽ അത് ആ വീട്ടിൽ വെച്ചാ കാര്യമില്ലേ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാ മനസ്സിൽ പലതും തള്ളിക്കയറി വരുന്നു. എടാ, ഞാൻ കാശിന്റെ പുറകെ നടക്കുന്നവനാണെങ്കിൽ ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അന്നേ അവളെ സ്വന്തമാക്കിയ പോരായിരുന്നു. ഇത് എനിക്ക് കച്ചവടത്തിന്റെ ലഹരി തലയൊക്കെ കണ്ണുകൊണ്ടുണ്ടായിരുന്നു.